നമ്മളിപ്പം മഞ്ഞപ്പൊടി ഇട്ടാണ് ഈ ചിക്കൻ കഴുകി എടുക്കുന്നത്. ശകലം പൂര നേരം ഒരു 5 മിനിറ്റ് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കും. വല്ല അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. എന്നിട്ടാണ് ഞാൻ ഇറച്ചി കഴുകി എടുക്കുന്നത്. ഇത് മുട്ടക്കോഴിയുടെ ഇതാണ്, നാടൻ കോഴി. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിതിന് കാണാം. ഇത് കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. വെള്ളം തോരാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട്. സവാള ഇതെല്ലാം വശക്കി കഴിയുമ്പോൾ വെള്ളമൊക്കെ തോരും. നമുക്ക് അപ്പോഴത്തേക്കും ചിക്കൻ ഇട്ട് കൊടുക്കാം. നാടൻ കോഴി. സവാളയും ചെറിയ ഉള്ളിയും അരിഞ്ഞു ഇറക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഇനി അരച്ചു വെക്കണം. മിക്സിയുടെ ജാറിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്ത് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമ്മള് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണ് ഇതായിരിക്കും. അടുപ്പ് കത്തിച്ച് നമുക്ക് ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇറച്ചി കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്തിരി എണ്ണ വീത്തണത്. എനിക്ക് ഇത്രയും വേണ്ട. കടുക് ഇട്ട് കൊടുക്കാം. ചൂടായി കടുക് പൊട്ടുന്നതാണ് കാണുന്നത്. കടുക് ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടായി വന്നിട്ട് പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇടാം. അത് നാടൻ കറിവേപ്പിലാണ്. നമുക്കിനി ഇതില് സവാളയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വശങ്ങി വരണം. വിചാരിച്ചതിന് അത്ര സവാളയൊന്നും കിട്ടിയില്ല. സവാളയും കൊച്ചുള്ളിയും ശർക്കരം കുറവുണ്ട്. നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇതാക്കി വശക്കി എടുക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. ഇനി ഉള്ളി, ചെറിയ ഉള്ളി സവാളയും എണ്ണയിൽ കിടന്നൊന്ന് ഇത് നല്ലതുപോലെ ഒന്ന് വശങ്ങി വന്ന ശേഷം നമുക്കടുത്ത് ഇഞ്ചിയും പച്ചമുളകും അരച്ചിരിക്കുന്നത് ഇടാം. ചിക്കൻ ഇട്ട് കൊടുക്കാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കാം. നീളത്തിന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കാം. 2 തക്കാളി എടുത്ത് 2 തക്കാളി അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നു. 2 തക്കാളിയാണ്. ഇറച്ചി കൂടുതലാണ് ഇട്ട് വരാം. ഉള്ളി ഒരു ചുവന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, ഉള്ളി
സവോളയും ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം രണ്ടും കൂടെ തക്കാളി ഇതും കൂടെ ഒത്തു ഇതാവുന്നുണ്ടോളൂ. നമുക്ക് പേസ്റ്റ് പരുവത്തിലാക്കിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് ഇനി എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വശക്കണം. ഇത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതാക്കിയെടുക്കണം. കൈ ഇനി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുന്നത് വെളുത്തുള്ളിയൊക്കെ. ഇഞ്ചി എല്ലാം പേസ്റ്റൊക്കെ ഇട്ടത് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അടുത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഒരു 4 കരണ്ടി ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി മല്ലിപ്പൊടി ഒരു 3 സ്പൂണ്, 3.5 സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഗരം മസാലയാണ്. നമ്മൾ പട്ട എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനി 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്തൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതാക്കി എടുക്കണം. നല്ലതുപോലെ വശത്തി നല്ല പച്ചമണം, മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറി നല്ല രീതിയിലാക്കി എടുക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഉള്ളിയൊക്കെ നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. നമുക്കിനി ഇറച്ചി തട്ടി കൊടുക്കാമേ. ഇറച്ചി ഇട്ട് കൊടുക്കാമേ. നമുക്ക് കഴുകി തുറത്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ വെള്ളമൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇറച്ചി തട്ടി കൊടുക്കാം. ഇനി ഈ മസാലയിൽ കിടന്ന് നല്ലതുപോലെ ഇറച്ചി ഒന്ന് അരപ്പൊക്കെ നമുക്ക് പുരട്ടിയെടുക്കാം. ഇത് നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും മസാല പിടിക്കണം. എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് മസാല പിടിച്ചാലേ അതിനൊരു വൃത്തി വരുള്ളൂ. പിന്നെ അതിനൊരു മസാല എരിവൊക്കെ പിടിക്കണമെങ്കിൽ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇരുന്ന് നല്ലതുപോലെ ഇതാവണം. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ശകലേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ഒരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുത്താൽ ഇറച്ചിയിൽ ഒക്കെ ഉപ്പ് പിടിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യും. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങളുടെ രീതിയിൽ ചെയ്യുക. നിങ്ങളുടെ രീതിയിലായിട്ട് ചെയ്യുക. ചൂടാക്കിയത് അതാണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ ചിക്കനിൽ വീഴ്ത്താൻ പോകുന്നത്. തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ വീഴ്ത്താൻ പോകുന്നത്. പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ചിക്കൻ മസാല. മറ്റേത് നേരത്തെ ഇട്ടത് ഗരം മസാല എല്ലാം കൂടിയൊക്കെ പൊടിച്ചതാണ്. ഇത് ചിക്കൻ മസാല. ഇത് ചെറിയ കവറായതുകൊണ്ട് ഞാനങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്ക് കുറച്ച് വേണം, ചിലർക്ക് കൂടുതൽ വേണം. ഇവിടെ ഇത്തിരി കൂടി ടേസ്റ്റ് വേണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ചെറിയൊരു കവറ് ഫുള്ളായിട്ട് തട്ടിയത്. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ എണ്ണ കിടന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ഇനി ഉപ്പും കൂടി ഇടണം. വെള്ളമാണ് നമുക്ക് ചിക്കനിൽ ചേർക്കാനുള്ളത്. എല്ലാവരും സ്പൂണിന് ഇടും. എനിക്ക് കൈക്കണക്ക് എനിക്ക് അറിയാവൂ. അതുകൊണ്ട് ഞാൻ കൈക്കണക്കിനാണ് ഉപ്പ് ഇടണത്. ആവശ്യത്തിന് ചേർത്താൽ മതി. എനിക്ക് കൈക്കണക്കേ പറ്റുള്ളൂ. ഞാൻ പണ്ട് മുതലേ ഈ കൈക്കണക്കിൽ ഇട്ടിട്ട് എനിക്ക് സ്പൂണിൽ വശമില്ല.
അതുകൊണ്ടാണ് കയ്യിലെടുത്ത് അങ്ങനെ ഇട്ടത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഈ മസാല എല്ലാം കൂടി ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് പിടിക്കാൻ വേണ്ടി ഉപ്പും എല്ലാം കൂടെ പിടിക്കാൻ നമുക്ക് അടപ്പിട്ട് ഒരു 5 മിനിറ്റ്. നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് അതിൻ്റെ വെള്ളം കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഇതാവണം അരപ്പ്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേണ്ട 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാണ്. 5 മിനിറ്റ് മൂടി വയ്ക്കാം. നാടൻ മുട്ടക്കോഴി കറി. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരുന്ന ചൂടുവെള്ളം കൂടെ വീട്ടിൽ കൊടുക്കാം. ഇത് വേവ് കൂടുതലായതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം വീട്ടിൽ കൊടുക്കണം. എങ്കിലേ അത്രയും നിന്ന് വേവുള്ളൂ. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് വെളുത്ത കളറായിട്ട് തോന്നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. പിരിയൻ മുളകൊക്കെ പൊടിയാണ്, അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ലാസ്റ്റ് ഇടണം. ഇതിപ്പം ശകലം ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് തിളച്ചൊന്ന് വേവാൻ കണക്കിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ശകലം വേവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി വെള്ളം കിടക്കണം. ഇനിയും കുറച്ച് വേണം. ഒന്നും ആയില്ല. നമുക്കിത് ഇറച്ചി വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില, കുറച്ച് മല്ലിയില കൂട്ടി കൊടുക്കണം. നാടൻ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, നെല്ലിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. റെഡി. ഇത് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വയ്ക്കാം. നാടൻ മുട്ടക്കോഴിക്കറി, പുട്ട്, നാടൻ പുട്ട്. അത് ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു പിടി പിടിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മോൻ നടക്കുന്നത്.